പ്രിയ സദസ്സിന് വന്ദനം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സനാസിനി. ഞാൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് ആഹാര രീതികളും ആരോഗ്യം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ്. ആരോഗ്യം ഒരാളെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ്. അതുണ്ടാവണമെങ്കിൽ പോഷകസമ്പന്നമായ ആഹാര രീതികൾ കൂടിയേ തീരൂ. നമ്മുടെ പുതിയ ഭക്ഷണ രീതികൾ പഴയതിൽ നിന്ന് തീർത്തും വ്യത്യാസവും രോഗത്തെ ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തോട് ആളുകൾക്ക് താല്പര്യം കുറഞ്ഞിരിക്കുന്നു. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ അടിമകളായി പുതിയ തലമുറ മാറിയിരിക്കുന്നു. കൃത്രിമ കളറുകളിൽ നിർമ്മിച്ചെടുത്ത വിവിധ രുചികളിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ആകർഷകമായ രീതിയിൽ പ്രദർശിപ്പിച്ചു ഉപഭോക്താക്കളെ കെണിയിൽപ്പെടുത്തുന്ന സ്ഥാപനങ്ങൾ നഗരങ്ങളിൽ മാത്രമല്ല, നാട്ടിൻപുറങ്ങളിൽ പോലും ഇപ്പോൾ ധാരാളം കാണാം. കൃഷി സംസ്കാരം നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്നു. പഴയ കാലത്ത് സ്വന്തം വയലുകളിൽ നിന്ന് അധ്വാനിച്ച് വിളയിച്ചെടുത്ത ധാന്യങ്ങളും പച്ചക്കറികളുമാണ് ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ജൈവവളങ്ങളായിരുന്നു അന്നത്തെ കർഷകർ കൃഷിക്ക് ഉപയോഗിച്ചിരുന്നത്. ഇന്ന് ആ നിലയൊക്കെ മാറി. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് കീടനാശിനികൾ മറ്റും തെളിച്ച് മാർക്കറ്റിലെത്തുന്നു. വിഷലിപ്തമായ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് നാം വാങ്ങി കഴിക്കുന്നത്. തീർത്തും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ജീവിത രീതി പല രീതിയിലുള്ള അസുഖങ്ങൾക്കും മാരക രോഗങ്ങൾക്കും കാരണമാകുന്നു. നമ്മുടെ ജീവിത ശൈലിയിൽ സമൂലമായ മാറ്റം ആവശ്യമാണ്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. നാം കഴിക്കുന്ന ആഹാരത്തെക്കുറിച്ച് നാം ബോധവാന്മാരായേ തീരൂ. നന്ദി, നമസ്കാരം.